എന്താ ഇത്? രക്തോ? വന്നതും പണി തീർത്തോ? അയ്യോ, എറ്റിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുവാണോ? മീനാണോ വെട്ടുന്നേ? അയ്യോ, എടാ ഭാവി, പച്ചക്കറി കൂട്ടാൻ വെച്ചാ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആയുധം വെച്ച് ഇന്നാടാ കാണുന്നത് ഞാന്. അതെ സാർ, ഒരു 2 days ഈ പ്രോഗ്രാം ഒന്ന് മാറ്റി വെക്കാവോ? എന്തിന്? എന്താന്ന് ചോദിച്ചാ ഇന്ന് ശനിയാഴ്ചയാ. അതുകൊണ്ട് ആത്മാവ് തനിയെ പോകാൻ മടി പിടിക്കും എന്നാ പറയാറ്. പേടിക്കണ്ട, നീ കൂട്ടുപോകണം. അതല്ല, സാവകാശം പകല് കൊല്ലാവല്ലോ. എന്താ ഇരുട്ടത്ത് വന്നാലെന്താ? ഇരുട്ടത്ത് വന്നാ ഇപ്പൊ ശാന്തമല്ലേ, ഇത് പൊട്ടുമ്പോൾ ഠംന്ന് കേക്കും. ദമ്മന്ന് കേക്കില്ല, സൈലൻസർ വെച്ചിട്ടുണ്ട്, ശബ്ദം വരില്ല. ശബ്ദം വരില്ലേ? ഇപ്പൊ നീ എനിക്ക് ജഡ്ജിന്റെ റൂമിലേക്കുള്ള വഴി കാണിക്കേ. ഞാൻ കാട്ടണോ? പിന്നെ ആര് കാണിക്കും? അതെ, ഇത്രയും പ്ലാനോടെ വന്നപ്പോ ഒരു മാപ്പും കൂടെ കൊണ്ടുവരാൻ പാടില്ല. നീയാടാ എന്റെ മാപ്പ്. അത് വേണോ? വിധിയുടെ വിളയാട്ടം. അത് പുറത്തേക്കുള്ള വഴിയാ. പുറത്തേക്കോ? നിന്റെ കൂടെ ചേർന്നതിന് ശേഷം ഈ വീട്ടിലുള്ള വഴിയൊക്കെ മറന്നുപോയി ഞാൻ. വാ നോക്കി പോകാം. അയ്യോ, കൈ പറിക്കുന്നുണ്ടല്ലോ. ചുമ്മാരി ഗ്രിപ്പിന് വേണ്ടിയാ. അതേ, നല്ലോണം ആലോചിച്ച് പറ. ചെച്ചിന്റെ കഥ കഴിച്ചേ അടങ്ങുള്ളൂ. അങ്ങോട്ടുള്ള പടികൾ ഇതാണ് കേട്ടോ. ഈ വഴി അങ്ങനെ മുകളിലോട്ട് പോയാ അവസാനത്തെ റൂമാണ് ചെച്ചിന്റെ റൂം. ഒരു മിനിറ്റ്, ആദ്യത്തെ റൂമിൽ മാത്രം മുട്ടരുത്. അവിടെ അമ്മ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ഉറങ്ങുമായിരിക്കും. അപ്പൊ പോയി തട്ടി ഉണർത്തി എണീപ്പിച്ചു എന്ന് വെച്ചു. അയ്യോ, അങ്ങനെ ബഹളം വെച്ച് എല്ലാരും ഉണർത്തും. ശരി, ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ നിൽക്ക്. മുരുക വിളിച്ചോണ്ടിരിക്കെ. ഞാൻ തന്നെ പറയണോ? അയ്യോ മുരുക, ജ്ഞാന പണ്ഡിത. അയ്യോ, അർദ്ധരാത്രിയിൽ ആചാരെ പോലെ കവിത പറയിച്ചു. ജഡ്ജിനെ കൊല്ലാൻ നീ മാത്രമേ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചാ ഞാൻ നിന്റെ കൂടെ നിന്നെ. ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലോ നീ. എന്താണ് പറയുന്നത്? സത്യമാണോ പറയുന്നത്? നിന്നെ പോലെ നോക്കും കൊണ്ട് എടുത്തും വന്നിട്ടുണ്ട്. എവിടെ? അവിടെ കണ്ടോ? അതവിടെ നിൽക്കുന്നത് കണ്ടോ? ടെറസിന്റെ മേലല്ല, എന്റെ മേലെയാണ്. നോക്കട്ടെ. അയ്യോ, ഇതെന്താ കറണ്ട് വന്ന? ആരായിട്ടത് സ്വിച്ച്? അയ്യോ, ഞാനും അഭിനയിക്കേണ്ടി വരും. എല്ലാം അവിടെ ഒരു ശബ്ദം.